ഒരിക്കൽ പ്രസാധകരും വായനക്കാരും തഴഞ്ഞ ആടുജീവിതം 75-ാം പതിപ്പിലെത്തി നിൽക്കുമ്പോൾ അത്ഭുതം വിട്ടുമാറുന്നില്ലെന്ന് ബെന്യാമിൻ. പ്രവാസി ജീവിതത്തിന്റെ നേരെഴുത്തുകൾ സ്വീകരിക്കപ്പെട്ടതിന്റെ പങ്ക് മലയാള സാഹിത്യത്തിനും വായനക്കാർക്കും നൽകുന്നു. നിരൂപകരുടെ പിന്തുണയില്ലാതെയാണ് നോവൽ ജനങ്ങൾ സ്വീകരിച്ചതെന്ന് ആടുജീവിതത്തിന്റെ 75-ാം പതിപ്പിന്റെ പ്രകാശനത്തിന് ശേഷം ബെന്യാമിൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി വയലാർ രവിയാണ് ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. ആടുജീവിതം എന്ന കൃതി പുറത്തിറങ്ങിയതിനു ശേഷം ഇന്നോളം അല്ലെങ്കിൽ വളരെ അപൂർവം ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ഒരിക്കൽ പോലും മലയാള സാഹിത്യത്തിലെ നിരൂപകരാരും തന്നെ ഈ പുസ്തകത്തെ എടുത്ത് പറയുകയോ അതിന് പിന്തുണ നൽകുകയോ ഈ പുസ്തകം സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നും നിലനിൽക്കുന്നു. ആടുജീവിതം പ്രമേയമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ നിർമ്മാണം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. ബ്ലസ്സിക്ക് സിനിമയെപ്പറ്റി വലിയ സ്വപ്നമാണുള്ളത്. വൈകിയാലും നല്ല സിനിമയ്ക്കായാണ് കാത്തിരിക്കുന്നതെന്ന് ബെന്യാമിൻ. ജയ്പൂർ സാഹിത്യോത്സവത്തിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സാഹിത്യ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ബെന്യാമിന്റെ ആടുജീവിതവും ഇടം പിടിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.